ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ക്രിസ്മസിന് എല്ലാവരും കൂടി പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയതിൻ്റെ കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. നമ്മളിന്ന് പോകാൻ പോകുന്നത് കൊല്ലത്ത് ആശ്രമ മൈതാനത്തേക്കാണ്. അവിടെ കൊല്ലം മഹോത്സവം നടക്കുന്നുണ്ട്. അവിടെ എടുത്തു പറയാനായിട്ട് ടൈറ്റാനിക് ഗുണ കേവ് എക്സിബിഷനും ക്രിസ്മസ് കാർണിവലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏറ്റവും വലിയ ഡാൻസിങ് ക്രിസ്മസ് ട്രീ നമുക്ക് അവിടെ കാണാനാകും. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ലൈറ്റ്സൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് ആ ടൈറ്റാനിക്കിൻ്റെ മോഡലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും റിയലായിട്ടൊരു കപ്പൽ പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആകാശ ഊഞ്ഞാലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൈറ്റ്സൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ രാത്രിയിലൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ റൈഡുകളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ളത് ഗോസ്റ്റ് ഹൗസാണ്. അവിടെ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. കുട്ടി ടീംസ് എല്ലാം പേടിക്കുമെന്ന് കരുതി അത് ഒഴിവാക്കി. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആവശ്യമായിട്ടും ഫുഡ് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു മടങ്ങാം കേട്ടോ. നമ്മൾ 2 ദിവസമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. 2 ദിവസത്തെയും കൂടി ഒറ്റ വ്ളോഗായിട്ടാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. ആദ്യം നമ്മൾ കാർണിവൽ നടക്കുന്നിടത്തേക്കാണ് പോയത്. അവിടെ കുറേ സാന്റാക്ലോസിനെ കാണാനായിട്ട് പറ്റി. വണ്ടിയിലിരുന്ന് ഉറങ്ങിയതിൻ്റെ ക്ഷീണത്തിലായിരുന്നു അമ്പാടി. സാന്റാക്ലോസിനെ കണ്ടപ്പോഴത്തേക്ക് അവ ഹാപ്പി ആയിട്ടോ. അമ്പാടി മോന് ഷെയ്ക്കാൻ്റൊക്കെ കൊടുത്തു. അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ പുറത്ത് തന്നെ വലിയൊരു സാന്റാക്ലോസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുന്ന് സാന്റാക്ലോസിനെല്ലാം ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാളുകളൊക്കെയാണ്. ഇതുവഴി പുറത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഡാൻസിങ് ക്രിസ്മസ് ട്രീ കാണാനാകും. ഓരോ ഷോ ടൈമുണ്ട്, ആ ടൈമിലാണത് സാന്റാക്ലോസ് എല്ലാം കൂടി ഡാൻസൊക്കെ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അവിടെ ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇടയ്ക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ സാന്റാക്ലോസിനോടൊപ്പം ഡാൻസൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. ഡാൻസിങ് ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ടൈറ്റാനിക് ഗുണ കേവ് എക്സിബിഷൻ്റെ അടുത്തേക്കാണ്. അവിടെ ടിക്കറ്റ് 100 രൂപയാണ്. ശരിക്കും വലിയൊരു കപ്പലിനുള്ളിലേക്ക് കയറുന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ കുട്ടി കുട്ടി വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം. രണ്ട് സൈഡിലും റൂംസൊക്കെ പോലെ തന്നെ തോന്നുന്ന തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെൽക്കം ഒക്കെ എഴുതിയേക്കുന്നിടത്ത് ഇംഗ്ലീഷ് ലെറ്റർ കണ്ടിട്ട് അതിൻ്റെ ലെറ്റേഴ്സൊക്കെ പറയാൻ ശ്രമിക്കുക കേട്ടോ അമ്പാടി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് രണ്ട് സൈഡിലായിട്ട് ജാക്ക്, റോസ് അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഫോട്ടോസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അവിടുത്തെ സീലിങ്ങും ലൈറ്റിങ്സും ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തു. പിന്നെ ഇടയ്ക്കൊക്കെ സോഫാസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്കും റീൽ എടുക്കേണ്ടവർക്കും ഒക്കെ അവിടെ നിന്ന് എടുക്കാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കയറുമ്പോൾ ടൈറ്റാനിക്കിലെ സോങ്ങും ഡയലോഗ്സും ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കപ്പലിനുള്ളിൽ കയറിയ പോലത്തെ തന്നെ ഒരു ഫീലാണ് അതിനകത്ത് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് മിക്ക ക്യാരക്ടേഴ്സിൻ്റെയും കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കപ്പലിൻ്റെ മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിനുള്ള ബാക്കി കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം.
ഇതിലൂടെ ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ ചെല്ലുന്നത് ഗുണ കേവ് അറേഞ്ച് ചെയ്തേക്കുന്നിടത്തേക്കാണ്. അവിടെ ശരിക്കും ഒരു കാട് പോലെ തന്നെ പാറക്കെട്ടും കാടും ഒക്കെ ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗുഹയ്ക്കുള്ളിലൂടെ കയറി പോകുന്നൊരു ഫീലാണ് കേട്ടോ അതിനകത്ത് നമുക്ക് തോന്നുന്നത്. ഇത് നമ്മൾ കയറി ഇറങ്ങുമ്പോൾ കുറച്ച് സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഷോപ്പിങ്ങൊക്കെ നടത്തി പിന്നീട് കൂട്ടി ടീംസിനെയൊക്കെ കുറച്ച് റൈഡിലൊക്കെ കയറ്റി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോരുന്നു. എല്ലാവർക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റായി ഇട്ടേക്കണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നല്ല നല്ല പ്രതീക്ഷകളോടെ നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ബൈ.